ഹായ് ഗൈസ്, ഞാനാണ് നിങ്ങളെ സ്വന്തം അഖിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് ഒന്ന് കുറച്ച് മിനുങ്ങിയിട്ട് പോകുന്നത് വേറൊന്നുമല്ല. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ ഈ ഫെബ്രുവരിയിൽ എല്ലാവരും കിസ് ഡേ, ഹഗ് ഡേ, പിന്നെ പ്രോമിസ് ഡേ, അങ്ങനെ എല്ലാം ആഘോഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫെബ്രുവരി 14 ഞാൻ ഒരു വീഡിയോ എഴുതിയിരുന്നു. ഇന്ന് എനിക്ക് വാലൻറ്റൈൻസ് ഡേ അല്ല, ബ്ലാക്ക് ഡേ ആണ്. അതിപ്പോൾ എൻ്റെ കൂടെ അവൾ ഉണ്ടെങ്കിലും ഇല്ലേലും ഒക്കെ എനിക്ക് അന്ന് ബ്ലാക്ക് ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ വാലൻറ്റൈൻസ് ഡേ ഇന്നാണ്, ഫെബ്രുവരി 18. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അവളെ കാണാൻ ഞാൻ പോവുകയാണ്. കാണുക മാത്രമല്ല, അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പോണ ആൾ ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ പേരോ അവളുടെ അഡ്രസ്സോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആൾ ആരാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാത്തവർക്ക്, എൻ്റെ വീഡിയോ ഇപ്പോൾ പുതിയതായിട്ട് കുറേ പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ അത് ആരാന്ന് ഇപ്പം അവളെ കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഇതൊരു പൈങ്കിളി സ്റ്റൈലാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. പക്ഷേ ഈ പൈങ്കിളി സ്റ്റൈൽ തുടങ്ങിയിട്ട് 5 വർഷമായി. കാരണം അത് ഞങ്ങൾ 5ാമത്തെ വാലൻറ്റൈൻസ് ഡേ ആണ്. ഞാൻ 2021 അതും എനിക്കിങ്ങനെ പറ്റിയ ടൈമിൽ 2022 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോയത് ഈ പൂനെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ട്രെയിൻ മിസ്സായി. ഞാനത് വേറെ ട്രെയിനിൽ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് കൊല്ലത്തേക്ക് അവളെ കാണാൻ പോയത്. എൻ്റെ ഫസ്റ്റ് മീറ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞങ്ങളെ ഈ വിവരം ആർക്കും അറിയില്ല, 2 വീട്ടുകാർക്കും. അതുകൊണ്ട് വീഡിയോ എടുത്തോ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ ഓർമ്മ ഒന്നും കൂടെ പുതുക്കാൻ വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പൈങ്കിളി സ്റ്റൈൽ സ്വീകരിച്ച്. അപ്പോൾ നമുക്ക് 10 ദിവസമോ 20 ദിവസമോ എത്ര ദിവസമാണെങ്കിലും ഒന്ന് വിട്ടുക്കുമ്പോഴേയുള്ളൂ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെ എനിക്കാണേലും അവൾക്കാണേലും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്ത ടൈമായിരുന്നു ഈ കുറച്ച് ദിവസങ്ങളും. 10 ദിവസമാണെങ്കിലും അത് ഒരുപാട് ദിവസം പോലെയാണ് തോന്നിയത്. അവൾക്ക് സർപ്രൈസ് കൊടുത്ത പോലെ അവൾ എനിക്കും തിരിച്ച് സർപ്രൈസ് തരും. ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന്. എനിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പം ഞാൻ അവളോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത്, കാറിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ഞാൻ ഒരു സർപ്രൈസ് കൊടുത്താണ് അവൾക്ക്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവൾക്കും ഒത്തിരി സന്തോഷമായി. ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീഡിയോസ് ആയിരുന്നു ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും കൂടെയുള്ള എൻജോയ് മൊമെൻറ്റ്സ് ഇനിയുള്ള ദിവസങ്ങളിലിടും. അപ്പോൾ ഓക്കെ, ബൈ.